ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലാവുണ്ടാവും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എന്നുള്ളത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ, അതായത് ഇവിടുത്തെ മഹാരാഷ്ട്രീയൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഒതൻറ്റിക് ചിക്കൻ കറിയാണ്. മാൾവാണി ചിക്കൻ എന്ന് പറയുന്നതിന്, മാൾവാണി ചിക്കൻ. ഇവിടുത്തെ ആൾക്കാരുടെ ഫേമസ് ചിക്കനാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ കുറവായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ മഴ നല്ല മഴയാണ്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വെള്ളക്കെട്ട് അങ്ങനെയൊന്നുമില്ല. സാധാരണ ബോംബെയിൽ 2 മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങാറുണ്ട്. ഇപ്രാവശ്യം ആയിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. അത് റോഡൊക്കെ ബ്ലോക്കാവും, എന്താ പറയുക, ട്രെയിനൊക്കെ ബന്ദ് ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ മഴ പെയ്താൽ. 2-3 മഴ കാരണം വെള്ളങ്ങൾ ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതെ, നാളികേരം കുറച്ച് വേണം, കുറച്ച് മതി. ഒരു അരമുറിയുടെ ഒരു നാളികേരത്തിന്റെ അരമുറിയുടെ പകുതി, അതിനും കുറച്ചും കൂടി മതി. പിന്നെ അതേപോലെ തന്നെ അത്രയും അളവിൽ കൊപ്ര. പിന്നെ ഒരു 3 ഉള്ളി സ്ലൈസ് ചെയ്തത്, 3 ഉള്ളി. വലിയ ഉള്ളിയാണെങ്കിൽ 2 മതി, ചെറിയ ഉള്ളിയാണെങ്കിൽ 1. പിന്നെ ഒരു ബിരിയാണിയുടെ ഇല. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇത് മാൽവാനി മസാല. ഇത് പലതരം മസാല കൂട്ടുകൾ കൊണ്ട് പൊടിച്ചുണ്ടാക്കുന്ന ഒരു ഇതാണത് മാൽവാനി മസാല. അത് ഞാൻ അതിൻ്റെ ഏതൊക്കെയാണെന്ന് ഞാൻ പിന്നൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ മാൽവാനി മസാല, ഇപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ മാൽവാനി മസാലയാണ്. കാരണം വേറെ മസാലകൾ ഇതിൽ ചേർക്കില്ല. മാൽവാനി മസാല ആണ് കൂടുതൽ ചേർക്കുക. ബാക്കിയുള്ള എല്ലാ ഗരം മസാലകളിലും കൂടിയിട്ടുള്ള കൂട്ടാണത് ഈ മാൽവാനി മസാല. ഇതിൽ മുളകും മല്ലിയും ഒക്കെ ചേർത്തിട്ട് പൊടിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് വേറെ മസാലയുടെ ആവശ്യം ഇല്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചൂടായിട്ട് ഞാൻ സ്റ്റവ് ചൂടായിട്ട് പതിലേക്ക് നമ്മുടെ കൊപ്ര ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി വേണ്ടു കേട്ടോ. കൊപ്ര ഒന്ന് ചൂടാക്കിയെടുക്കാം. യൂട്യൂബിലൊക്കെ പാടുന്നുണ്ട് എല്ലാവരും. അതേപോലെ അംഗീകാരങ്ങളൊക്കെ അവരൊക്കെ കമന്റ്സൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അതേപോലെ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊന്നും ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, അതിലും ചൂടാവണ്ട. അടുത്ത് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങ വറുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിന്റെ കൂടെ ഉള്ളിയും വറുത്തെടുക്കാം. ഉള്ളി ഇതിലിടാം കേട്ടോ. വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതില് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഇതില് ആയിട്ടുണ്ട്. ഒരു കാര്യം മറന്നില്ല, ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം, അത് ആഡ് ചെയ്യണം. അത് ഇപ്പോഴല്ല വറുക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞാൻ 2 വെളുത്തുള്ളി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് വറുക്കുമ്പോൾ എക്സ്ട്രാ. പിന്നെ ചിക്കൻ ഇതാണ്. ചിക്കൻ ഒരു 400 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. 500 ഗ്രാം പേസ്റ്റ് ഉണ്ടാവും. ഒരു ലേശം ഉള്ളി വേണം ഇതിലേക്ക്, അത് ഞാൻ പറയാൻ മറന്നില്ല. അപ്പൊ നമ്മളങ്ങനെ ചീരടി കത്തിച്ചു, എണ്ണ ഒഴിച്ച് കുറച്ച് ചൂടായിട്ട് അത് അതായത് ബിരിയാണിയിലിട്ട് ഉള്ളി ഇടാൻ പോവാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ. അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഞാനത് അരച്ചിടാം, മിക്സിയിൽ അരച്ചു വിടുന്നുണ്ട്. അത് വീടുകൊടുക്കില്ല, ഈ പേസ്റ്റ് രൂപത്തിൽ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അതിലേക്ക് ഇടണം. ഉണ്ടാക്കി നോക്കണം കേട്ടോ. റെസിപ്പിയാണ്. കുറച്ച് തേങ്ങ കൊപ്രയൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റൊക്കെയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സ്പെഷ്യൽ. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ചോറ് കഴിക്കുന്നവരല്ല, കൂടുതലും ചപ്പാത്തി കഴിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഭവമാണത്. ചപ്പാത്തിക്ക് ഏറ്റവും പറ്റിയ വിഭവമാണ് ഇതാണ്. അങ്ങനെ ഉള്ളി ഇത് വന്നിട്ടുണ്ട്. മാൽവാനി മസാല ഒരു
2-2.5 സ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം അതിന് അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കാം. കാരണം ചിക്കൻ ഇതിൽ കിടന്നിട്ട് വേവണം. അപ്പൊ അതുകൊണ്ട് ചിക്കനിന്റെ ഇതിൽ കുറച്ച് വെള്ളം പോരായുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് ഈ റെസിപ്പി എന്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതാട്ടോ. എനിക്ക് ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് 1-2 പ്രാവശ്യം. അപ്പൊ ഇതൊന്ന് തിളച്ചേർത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഇതിൽ കളർ കുറച്ച് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കളർ ഉണ്ട്. ഈ കളറാണ് ഇതിന്റെ ഒറിജിനൽ കളർ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഇടാം കളറിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് ഇതിൽ കിടന്നിട്ട് വെന്ത് തരണം കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് നമ്മൾ ചിക്കൻ നല്ലോണം വെന്ത് ഇതായിട്ട് ഇതേ കണ്ടോ ഈ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ചപ്പാത്തിയിലെയോ ഇതുപോലെ ഇവിടുത്തെ ആൾക്കാർ ബാക്കറി ഒക്കെ കഴിക്കും. ബാക്കറി അതുപോലെ നമുക്ക് കണ്ടോ. അപ്പം നമ്മുടെ മാൽവാനി ചിക്കൻ റെഡി. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.